മെട്രിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇൻവേഴ്സ് കണ്ടെത്തുക എന്നുള്ളത്. ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് ഒരു മെട്രിക്സ് തന്നിട്ട് ഇൻവേഴ്സ് ചോദിച്ചിട്ടില്ലെങ്കിലും സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ മെട്രിക്സ് മെത്തേഡ് വെച്ച് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്തായാലും എ ഇൻവേഴ്സ് കണ്ടെത്തണം. അപ്പോൾ എ ഇൻവേഴ്സ് കണ്ടെത്തുക എങ്ങനെയാണെന്ന് വളരെ സിമ്പിളായിട്ട് പഠിച്ചു വെച്ചോ. ഈസി ആയിട്ടുള്ള കുറച്ചുകൂടി സിമ്പിളായുള്ള മെത്തേഡാണിത്. നിങ്ങൾ ആദ്യം എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം 1 ഡിറ്റർമിനൻ്റ് ഇൻറ്റു അഡ്ജോയിൻ്റ് ആണ് എ ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ. 1 ഡിറ്റർമിനൻ്റ് ഇൻറ്റു അഡ്ജോയിൻ്റ്. അപ്പോൾ ആദ്യം നിങ്ങൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുക. ഡിറ്റർമിനൻ്റ് കാണണമെങ്കിൽ ഈ ഫസ്റ്റ് എലമെൻറ്റ് ഇത് ഇൻറ്റു ഇതിന് നേരെയുള്ള റോയും കോളും കട്ട് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള 4 എലമെൻറ്റ് ക്രോസിൽ ചെയ്യുക. 2 × -2 -4 -1 × -4 ഡിറ്റർമിനൻ്റ് കാണാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. രണ്ടാമത്തതിന് മുമ്പ് മൈനസ്, അപ്പം -3 ഇൻറ്റു അതിന് നേരെയുള്ള റോയും കോളവും കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്നത് എന്ന് പറയുന്ന സമയത്ത് ഇത് 3 × -2 -6 -1 × -4 പിന്നെ അതേപോലെ തന്നെ 5 ഇൻറ്റു റോയും കോളവും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 × 1 ഇങ്ങനെ വരും. 3 × 1 3 -1 × 2 2. അപ്പോൾ അത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -1 ഡിറ്റർമിനൻ്റ് വാല്യൂ കിട്ടും. ഇനി അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത് അഡ്ജോയിൻ്റെ കണ്ടെത്തുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ മെട്രിക്സ് 4 തവണ എഴുതുക. എന്നിട്ട് 4 തവണ നമുക്ക് ഒന്നാമത്തെ തവണ ഇവിടെ ഉണ്ട്, 2 ഇവിടെ ഉണ്ട്, 3 ഇവിടെ ഉണ്ട്, 4 ഇവിടെ ഉണ്ട്. ഇങ്ങനെ 4 തവണ മെട്രിക്സ് ചെയ്താൽ എന്നിട്ട് ബൗണ്ടറിയിൽ വരുന്ന എലമെൻറ്റ്സ് കട്ട് ചെയ്യാം. എന്നിട്ട് ഈ 3 റെഡ് ക്രോസ് ചെയ്ത് കണ്ടോ. ആദ്യം ഈ 4 കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് കോഫാക്ടർ മെട്രിക്സ് എഴുതാം. എങ്ങനെയാണല്ലേ, ഇത് ഡിറ്റർമിനൻ്റ് കാണുമ്പോൾ തന്നെ ക്രോസിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യുക. 2 × -2 -4 -4 -1 × -4 അപ്പോൾ -4 + 4 0. അങ്ങനെ ഇവിടെ ക്രോസ് ചെയ്തതുപോലെ ഓരോന്ന് നിങ്ങൾ കണ്ടെത്തുക. ഇപ്പം നിങ്ങൾക്ക് കിട്ടപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ലാസ്റ്റത്തോടെ പറയാം. 2 × 2 4 -3 × -3 -9 4 -9 4 + 9 30. ഇനി നിങ്ങൾ അഡ്ജോയിൻ്റ് കണ്ടെത്തണമെങ്കിൽ കോഫാക്ടറിൻ്റെ ട്രാൻസ്പോസ് അഡ്ജോയിൻ്റ്. അപ്പോൾ ഈ റോയിലുള്ള എലമെൻറ്റ് ഫസ്റ്റ് റോയിലുള്ളത് ഫസ്റ്റ് കോളാക്കി, സെക്കൻഡ് റോയിലുള്ളത് സെക്കൻഡ് കോളാക്കി, തേർഡ് റോയിലുള്ളത് തേർഡ് കോളാക്കി എഴുതിയാൽ മതി. അപ്പോൾ അഡ്ജോയിൻ്റ് എന്താ? കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസും. സിമ്പിൾ കാര്യം. ഇനി സിമ്പിൾ ലാസ്റ്റ് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ഡിറ്റർമിനൻ്റ് ഇൻറ്റു അഡ്ജോയിൻ്റ്. എടാ ഡിറ്റർമിനൻ്റ് എന്താ? -1. അപ്പോൾ 1 ഡിറ്റർമിനൻ്റ് -1 ഇൻറ്റു ഈ അഡ്ജോയിൻ്റ്. 1 -1 എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ -1 കൊണ്ട് ഈ മെട്രിക്സിലുള്ള എല്ലാ എലമെൻറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. -1 × 0 0 -1 × -1 1 എല്ലാത്തിൻ്റെയും സൈന് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? എ ഇൻവേഴ്സ് കിട്ടി. അപ്പോൾ ഇത് സിമ്പിൾ പ്രൊസീജിയറാണ്, പഠിച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്റ്റായിട്ട് എ ഇൻവേഴ്സ് ചോദിച്ചില്ലെങ്കിലും നിങ്ങളോട് അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട്, ഏതിൻ്റെ മെട്രിക്സ് മെത്തേഡിൻ്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ.